എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായത്തിലെ നാലാമത്തെ വീഡിയോ, അതായത് ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്ററിൽ സംഖ്യകളുടെ ചില പ്രത്യേകതകളാണ്, നമ്പർ ക്യൂരിയോസിറ്റീസ്, ചില പ്രത്യേകതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ നമ്മുടെ കുറച്ച് നമ്പറേഴ്സ്, 12 × 63, അതുപോലെ 21, അതായത് 12നെ തിരിച്ചെഴുതി 21, 63യെ തിരിച്ചെഴുതി 36. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് എന്താ നോക്കാം. അപ്പോൾ കണ്ടോ, 12 × 63 എന്നുള്ള 756 ആണ്. 21 × 36, അതായത് ഈ നമ്പറിനെ 12നെ തിരിച്ചെഴുതി 21, 63, 36 ആയി, അതും 756 ആണ്. അതുപോലെ 32 × 46 1472, 23 × 64, അതായത് 32നെ തിരിച്ചെഴുതിയതാണ് 23, 46നെ തിരിച്ചെഴുതിയതാണ് 64, അതും 1472. അതായത് രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും ആ നമ്പേഴ്സ് തിരിച്ചെഴുതിയിട്ടുള്ള സംഖ്യകളുടെ പ്രോഡക്റ്റും അത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ള ഇവിടെ കിട്ടി. എല്ലാ നമ്പറിനും അത് ഈക്വൽ ആവില്ല, ആവോ? അപ്പൊ എന്തായിരിക്കും ഇത് ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതായത് രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും അത് നമ്പർ തിരിച്ചെഴുതുമ്പോഴുള്ള പ്രോഡക്റ്റും സെയിം വരുന്ന സംഖ്യകളുടെ പ്രത്യേകതകൾ നോക്കാം. ലെറ്റ് 2 നമ്പേഴ്സ് ബി. നമ്മൾ സാധാരണ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ 10 × എ നമ്പർ പ്ലസ് 10 × 10's പ്ലേസ് പ്ലസ് യൂണിറ്റ് പ്ലേസ്. നമ്പർ 10m പ്ലസ് n എടുക്കാം, അടുത്ത് 10p പ്ലസ് q. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 12 എന്നാണെങ്കിൽ 10 × 1 പ്ലസ് 2 ആണ്. 21 ആണെങ്കിൽ 10 × 2 × 10 പ്ലസ് 1 ആണ്, അത് 10 × 2 പ്ലസ് 1. 36 ആണെങ്കിൽ 10 × 3 പ്ലസ് 6. അപ്പൊ അതുപോലെ യൂണിറ്റ് പ്ലേസ് എന്നും 10's പ്ലേസ് എമ്മും ആണെങ്കിൽ 10m പ്ലസ് n, അതാണ് ഒരു നമ്പർ. വേറെ നമ്പർ യൂണിറ്റ് പ്ലേസ് ക്യൂവും 10's പ്ലേസ് പിയും, അപ്പൊ 10p പ്ലസ് ക്യൂ അങ്ങനെ എഴുതാം. അല്ല, നമുക്ക് പി ക്യൂ എന്ന് എഴുതിയാൽ p × q എന്നായി പോകും. അപ്പൊ ലെറ്റ് ദി 2 ഡിജിറ്റ് നമ്പേഴ്സ് ബി 10m പ്ലസ് n ആൻഡ് 10p പ്ലസ് q. ഇതിന്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ പറയുന്നത്, 10m പ്ലസ് എന്നും 10p പ്ലസ് ക്യൂവും തമ്മിലുള്ള പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അതുപോലെ ഇത് തിരിച്ചെഴുതിയ നമ്പറാണ് 10n പ്ലസ് എമ്മും, അതായത് നമ്മൾ ഈ 12നെ 21 തിരിച്ചെഴുതിയില്ലേ, അപ്പൊ 10's പ്ലേസ് യൂണിറ്റ് പ്ലേസിൽ വരും, യൂണിറ്റ് പ്ലേസ് 10's പ്ലേസിൽ വരും. അപ്പൊ അങ്ങനെ എഴുതുക. 10m പ്ലസ് എന്നിനെ തിരിച്ചെഴുതുമ്പോൾ 10n പ്ലസ്, അതായത് യൂണിറ്റ് പ്ലേസ് 10's പ്ലേസിൽ വരും, 10's പ്ലേസ് യൂണിറ്റ് പ്ലേസിൽ വരും. അതുപോലെ 10p പ്ലസ് ക്യൂവിന് 10q പ്ലസ് p, അതായത് ഇത് തിരിച്ചെഴുതിയ നമ്പറാണ്, അതായത് 63, 36, 12, 21. അപ്പൊ ആ രൂപത്തില് തിരിച്ചെഴുതിയ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 10n പ്ലസ് എമ്മും 10q പ്ലസ് p. അപ്പൊ ഇതിന്റെ രണ്ടിനെ പ്രോഡക്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഒന്നാമത്തെ നോക്കിയോ, 10m × 10p പ്ലസ് 10m × q പ്ലസ് n × 10p പ്ലസ് n × q. അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടി? 10 × 10 100mp പ്ലസ് 10mq പ്ലസ് 10np പ്ലസ് nq. അപ്പൊ നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അത് തിരിച്ചെഴുതിയ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് നോക്കാം. 10n × 10q പ്ലസ് 10n × p പ്ലസ് m × 10q പ്ലസ് m × p. അപ്പോ നമുക്ക് കിട്ടിയത് എന്താണ്? 100nq, 10 × 10 100nq പ്ലസ് 10np പ്ലസ് 10nq പ്ലസ് mp. ഇനി ഇത് രണ്ട് ഈക്വൽ ആവുന്നത് എപ്പോഴാണ് നമുക്ക് നോക്കേണ്ടത്, അല്ലേ? ഈ രണ്ട് നമ്പേഴ്സും എല്ലായ്പ്പോഴും ഈക്വൽ ആവില്ല. ഈക്വൽ ആവുന്ന സംഖ്യകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നോക്കാം. ഇവിടെ നോക്കിയേ, ഇത് 10mq ആണ്, ആ 10mq ഇവിടെയുണ്ട്. ഇത് 10np ആണ്, 10np ഇവിടെയുണ്ട്. അപ്പൊ ഇത് രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത്, അല്ലെ? അതായത് കേട്ടോ, 10mqവും 10npയും 10npയും 10mqവും, അപ്പൊ ഇത്രയും പാർട്ട് സെയിം ആണ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഏതാണ്? nq പ്ലയും mpയും, അതുപോലെ 100mp 100. അപ്പൊ nq mpയും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും, അതായത് mp ഈക്വൽ ടു nq ആകുമ്പോഴേ ഇത് രണ്ടും ഈക്വൽ ആവുള്ളൂ. ഇത് രണ്ടും ഈക്വൽ ആണ് നമുക്കറിയാം, ഇത്രയും പാർട്ട് ഈക്വൽ ആണ്. അപ്പൊ ഈ nqവും mpയും കൂടി ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവും. അപ്പൊ nq എന്ന് പറയുന്നത് എന്താ? യൂണിറ്റ് പ്ലേസ്. m എന്ന് പറയുന്നത്, q എന്ന് പറയുന്നത് അത് തിരിച്ചെഴുതും, അല്ലെ? n എന്ന് പറഞ്ഞ യൂണിറ്റ് പ്ലേസ് ഇവിടെ, q എന്ന് പറഞ്ഞ യൂണിറ്റ് പ്ലേസ് ഇവിടെ. അതുപോലെ തന്നെ p എന്ന് പറയുന്നത്, m എന്ന് പറഞ്ഞ 10's പ്ലേസ്, p എന്ന് പറഞ്ഞ 10's പ്ലേസ്.
അപ്പൊ 10 പ്ലേസിന്റെ പ്രോഡക്റ്റും യൂണിറ്റ് പ്ലേസിന്റെ പ്രോഡക്റ്റും ഈക്വൽ ആവുന്ന കേസ് ഇവിടെ കണ്ടില്ലേ 2 into 3 6, 1 into 6 6, അതുപോലെ 3 into 4 12, 2 into 6 12. അങ്ങനെ യൂണിറ്റ് പ്ലേസിലെ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും ടെൻസ് പ്ലേസിലെ ഡിജിറ്റ്സിന്റെ പ്രോഡക്റ്റും ഈക്വൽ ആകുന്ന ആ കേസ്. അങ്ങനെ വരുമ്പോഴേ ഇത് രണ്ട് ഈക്വൽ ആവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ദി പ്രോഡക്റ്റ് വിൽ ബി ഈക്വൽ വെൻ MP ഈക്വൽ ടു NQ. അതായത് യൂണിറ്റ് പ്ലേസിലെ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും ടെൻസ് പ്ലേസിലെ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും ഈക്വൽ ആകുന്ന നമ്പേഴ്സിന്റെ അങ്ങനെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ അത് തിരിച്ചെഴുതിയ കിട്ടുന്ന പ്രോഡക്റ്റും സെയിം ആയിരിക്കും. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 12 into 63, അപ്പോൾ 1 into 6 6, 2 into 3 6. അപ്പോൾ യൂണിറ്റ് പ്ലേസിലെ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും ടെൻസ് പ്ലേസിലെ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും ഈക്വൽ ആണ്. അപ്പോൾ അത് തിരിച്ചെഴുതി കഴിഞ്ഞപ്പോൾ 21 into 30, അപ്പോൾ രണ്ടിന്റെയും പ്രോഡക്റ്റ് ഈക്വൽ ആണ്. ഇവിടെ കണ്ടോ 3 into 4 12, 2 into 6 12. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ തിരിച്ചെഴുതി പ്രോഡക്റ്റ് എടുക്കുമ്പോഴും അത് ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ MP പ്ലസ് NQ ആകുമ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ, ഇത് ഈക്വൽ ആയിട്ട് വരുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ അതുപോലെയുള്ള കൂടുതൽ നമ്പേഴ്സ് നിങ്ങളൊന്ന് എഴുതി നോക്കിക്കോളൂ. ഇതുപോലെ തിരിച്ചെഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഒരേ പ്രോഡക്റ്റ് വരുന്ന രീതിയിൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് കുറെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, വേറെ ഒരു ചോദ്യം. നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട് 1 2 3 4 5 6 7 8 അങ്ങനെ 25 വരെ 5 കോളംസ് ആയിട്ട് നമ്പേഴ്സിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്രം ദിസ് ടേബിൾ മാർക്ക് എ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. Mark a square of 4 numbers and find the difference of the diagonal products. Do we get the same difference for any such square? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സ്ക്വയർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 2 3 7 8. അപ്പോൾ ഇതിന്റെ ഡയഗണൽ പ്രോഡക്ട്സ് പറഞ്ഞാൽ 2 into 8 16, 7 into 3 21. അപ്പോൾ അത് നമ്മളുടെ ഡിഫറൻസ് നോക്കിയാൽ 21 നിന്ന് 16 കുറച്ചാൽ 5 ആണ്. ഇനി വേറെ എടുത്ത് നോക്കാം. 14 15 19 20. അപ്പോൾ 14 20 മൾട്ടിപ്ലൈ ചെയ്ത് 19 15 മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ഡിഫറൻസ് നോക്കാം. 19 into 15 minus 40 into 20. 19 into 15 എന്ന് പറഞ്ഞാൽ 285 ആണ്. 19 into 50 minus 40 into 20 equal to 285 minus 280, that is equal to 5. അതും എന്ത് തന്നെയാണ് കിട്ടിയത്, ഡിഫറൻസ് 5 ആണ് കിട്ടിയത്. അത് നമുക്ക് ഇനി ജനറൽ ആയിട്ട് ഏത് സ്ക്വയർ എടുത്താലും ശരിയാണെന്ന് നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്. അപ്പൊ മറ്റൊരു ജനറൽ സ്ക്വയർ എടുക്കുക. ജനറൽ സ്ക്വയർ എടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ കണ്ടില്ലേ റൈറ്റിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ ഒന്ന് കൂടുതലത്, താഴോട്ട് വരുമ്പോൾ 2 5 7, താഴോട്ട് വരുമ്പോൾ 5 വീതം കൂടി പോകും. കാരണം 5 കോളംസ് ആയിട്ട് നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ 1 കൂടും, താഴോട്ട് വരുമ്പോൾ 5 കൂടും. അപ്പോൾ നമ്മൾ ഓർമ്മ എക്സ് എന്ന് എടുത്തു. ഇത് എക്സ് എന്ന് എടുത്താൽ അടുത്ത് എന്താവണം, x+1 എടുക്കണം. ഇതിനേക്കാൾ ഒന്ന് കൂടുതലാണ്. താഴോട്ട് വരുമ്പോഴോ x+5 എന്ന് എടുക്കണം. ഇത് വരുമ്പോഴോ x+6. അപ്പോൾ ഒരു സ്ക്വയർ ഇതിൽ 4 നമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു സ്ക്വയർ എടുത്താൽ അത് ഈ രൂപത്തിലായിരിക്കും വരിക. അതായത് ഒരെണ്ണം x എടുത്താൽ റൈറ്റ് സൈഡിലുള്ള x+1, താഴെ x+5, ഇതിനേക്കാൾ ഒന്ന് കൂടുതൽ x+6. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് x+5ഉം x+1ഉം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് രണ്ട് മൾട്ടിപ്ലൈ എങ്ങനെയാ, x into x x², x into 1 x, 5 into x 5x, 5 into 1 5. അത് സിംപ്ലിഫൈ ചെയ്യാം. x² പ്ലസ് ഈ എക്സും 5xും കൂടി ആഡ് ചെയ്താൽ 6x എഴുതാം. അപ്പൊ x² പ്ലസ് 6x പ്ലസ് 5 ആണ് ഏത്, ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്. അതുപോലെ ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഒന്ന് എടുത്തു നോക്കാം. x into x plus 6, എക്സിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x², x into 6 6x. അപ്പൊ നോക്കിയേ ഇത് നമ്മളുടെ ഡിഫറൻസ് നോക്കിയേ, ഇവിടെ x² പ്ലസ് 6x പ്ലസ് 5 ഉണ്ട്, ഇവിടെ x² പ്ലസ് 6x ആണുള്ളത്. അപ്പൊ ഡിഫറൻസ് എന്താണ്, 5 ആണ്. അതായത് x² പ്ലസ് 6x പ്ലസ് 5ൽ നിന്ന് x² പ്ലസ് 6x കുറച്ചാൽ 5 ആയിരിക്കും. അപ്പൊ എക്സിന്റെ ഏതൊരു വില എടുത്തു കഴിഞ്ഞാലും, അതെന്ന് പറഞ്ഞാൽ ഏത് സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും ഇത് ട്രൂ ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് എന്ത് ജനറലൈസ് ചെയ്യാം, ഇങ്ങനെ ഏത് 4 സംഖ്യകൾ ഉൾപ്പെടുന്ന ഏത് സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും കോർണർ ടു കോർണർ ഉള്ള പ്രോഡക്റ്റുകളുടെ ഡിഫറൻസ് എപ്പോഴും 5 ആയിരിക്കും. അപ്പൊ വേറെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, വേറെ ഒരു പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. പട്ടികയല്ല, നമ്മുടെ ഗുണന പട്ടിക ഉണ്ടല്ലോ. 1 2 3 4 5 6 7 8 9. താഴോട്ട് 1 2 3 4 5 6 7 8 9. ഇതിന്റെയൊക്കെ പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ. 1 2 into 2 4, 2 into 3 6, 2 into 4 8, 2 into 5 10, 2 into 6 12, 2 into 7 14. അങ്ങനെ ഈ സൈഡിലുള്ള നമ്പേഴ്സും ഈ സൈഡിലുള്ള നമ്പേഴ്സും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ നമ്പേഴ്സിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഇതാണ് ക്വസ്റ്റ്യൻ.
if the number in the multiplication table above, consider a square of 9 numbers. 9 numbers ഉള്ള ഒരു സ്ക്വയർ എടുക്കുക. മാർക്ക് ദി 4 കോർണർ നമ്പേഴ്സ്. ഈ കോർണർ നമ്പേഴ്സ് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദി ഡിഫറൻസ് ഓഫ് ദി ഡയഗണൽ സംസ്? ഇതിന്റെ രണ്ടിന്റെ സമ്മും ഇതിന്റെ രണ്ടിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഒന്ന് പറയണം. അതാണ് ആദ്യത്തെ ടാസ്ക്. പിന്നെ എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര. ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തല്ലോ 4 നമ്പേഴ്സ് ഉള്ള സ്കോർ എടുത്ത് ചെയ്തില്ലേ, അതുപോലെ 9 നമ്പേഴ്സ് ഉള്ള സ്കോർ എടുത്ത് ഇവിടെ ചെയ്യേണ്ടതുണ്ട്. വാട്ട് അബൌട്ട് എ സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്? 16 നമ്പേഴ്സ് ഉള്ള സ്കോർ എടുത്താൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. ഇവിടെ അഡീഷണൽ 26 ആഡ് ചെയ്തതിൽ നിന്ന് 12ഉം 10ഉം കൂടി ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. 26 മൈനസ് 22. അവിടെ ഡിഫറൻസ് ഓഫ് ദി സംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 26 മൈനസ് 22 4 കിട്ടും. അപ്പോൾ ഒരു 9 നമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഡയഗണൽ ആയിട്ട് കൂട്ടുന്ന നമ്പേഴ്സ് സമ്മ്, ഡയഗണൽ ആയിട്ടുള്ള സമ്മുകളുടെ ഡിഫറൻസ് 4 ആയിരിക്കും. അപ്പോൾ ഡിഫറൻസ് ഇവിടെ 4 കിട്ടി. ഇനി ഏത് സ്ക്വയർ എടുത്താലും ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതില് 9 നമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു സ്ക്വയർ ഏതെടുത്തു കഴിഞ്ഞാലും ഈ പ്രോപ്പർട്ടി ശരിയാണെന്ന് നമുക്ക് വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും പ്രോഡക്റ്റ് ക്രോസ് കോർണറിലുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് സം എടുക്കുക, ഡിഫറൻസ് എപ്പോഴും 4 തന്നെയായിരിക്കും. പക്ഷെ അത് എല്ലാത്തിനും ശരിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എക്സും വൈ എടുത്ത് ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് എക്സും വൈ എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന നമ്പറുകളിലും ഈ നമ്പറുകളും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് നടുക്ക് വരുന്നത്. അപ്പൊ ഇത് ഞാൻ എക്സ് എന്നും ഇതപ്പോ x+1 ഇങ്ങോട്ട് വരും. x+1 x+2. അപ്പൊ അടുത്ത കോർണറിലെ നമ്പർ x+2 വരും. ഇങ്ങോട്ടാണെങ്കിലോ ഇത് x എടുത്താൽ ഇത് x+2 വരും. അപ്പൊ നമുക്ക് നോക്കാം. ഇതാ ഈ ഒരു നമ്പർ x എന്നും ഇത് x+2 എടുത്ത് x+2 എടുക്കാൻ കാരണം മനസ്സിലായല്ലോ. ഇതിനേക്കാൾ 2 കൂടുതലായിരിക്കും ഈ കോർണറിട്ട് വരുമ്പോൾ. താഴോട്ട് വരുമ്പോഴോ ഇവിടെ y എടുത്താൽ ഇത് y+2. അപ്പൊ ഇവിടെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഒരെണ്ണം y എടുത്തു. അപ്പൊ 2 നമ്പർ കഴിഞ്ഞുള്ള നമ്പറാണ് എടുത്തത്. ഇവിടെ ഒരെണ്ണം x എടുത്തു, അടുത്ത x+2 എടുത്തു. ഇനി ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് അവിടെ വരും. അപ്പൊ ഇവിടെ വരുന്നത് ഏതാണ്? xy. ഇവിടെ വരുന്നതോ y ഇൻറ്റു x+2. ഇവിടെ വരുന്നതോ x ഇൻറ്റു y+2. ഇവിടെ വരുന്നതോ y+2 ഇൻറ്റു x+2. അപ്പൊ ഇത് ഒന്ന് മൾട്ടിപ്ലൈ നോക്കാം. ഏതൊക്കെയാ? ഇവിടെ വരുന്ന xy-യും ഈ നമ്പർ xy, ഈ നമ്പർ x+2 ഇൻറ്റു y+2. അപ്പൊ xy പ്ലസ് x+2 ഇൻറ്റു y+2 എന്ന് ചെയ്യുമ്പോൾ x ഇൻറ്റു y ഇവിടെ ഉണ്ട്. ഈ എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xy, x ഇൻറ്റു 2 2x, 2 ഇൻറ്റു y 2y, 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. അത് നീ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 2xy, xy പ്ലസ് xy 2xy, 2x പ്ലസ് 2y പ്ലസ് 4 എന്ന് കിട്ടും. x ഇൻറ്റു y+2 ഇവിടെ y ഇൻറ്റു x+2. അപ്പൊ x ഇൻറ്റു y+2 y ഇൻറ്റു x+2, അതായത് ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്. അതിന്റെ സം എടുത്ത് നോക്കാം. ഇത് വരും xy-യും xy പ്ലസ് x ഇൻറ്റു 2 2x, y ഇൻറ്റു x yx, അല്ലെങ്കിൽ xy, y ഇൻറ്റു 2 2y. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ xy പ്ലസ് xy 2xy തന്നെ വന്നു, 2x പ്ലസ് 2y വന്നു. അപ്പൊ ഇത് നമ്മളുടെ ഡിഫറൻസ് എത്രയാന്ന് നോക്കിയേ. 2xy പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 4 ഉണ്ട്. ഇവിടെ പ്ലസ് 4 ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഡിഫറൻസ്. ഇവിടെ x എടുത്താൽ ഇവിടെ x+2 വരും. ഇവിടെ y എടുത്താൽ ഇവിടെ y+2 വരും. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ x ഇൻറ്റു y ആണ്. ഇവിടെ വരുന്ന നമ്പർ y ഇൻറ്റു x+2 ആണ്. ഇവിടെ വരുന്ന നമ്പർ x ഇൻറ്റു y+2 ആണ്. ഇവിടെ വരുന്ന നമ്പർ x+2 ഇൻറ്റു y+2 ആണ്. അപ്പൊ ഇത് രണ്ടിന്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 4 ആയിരിക്കും. ആ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഇനി ഇത് ഏത് 9 സ്ക്വയർ നമ്പേഴ്സ് ഉള്ള സ്ക്വയർ എടുത്താലും ആ ഡിഫറൻസ് 4 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി തേർഡ് പാർട്ട് ഇവിടെ ഉണ്ട്. വാട്ട് അബൌട്ട് എ സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്? 16 നമ്പേഴ്സ് ഉള്ള ഒരു സ്ക്വയർ എടുത്താൽ എന്താ ഡിഫറൻസ് നോക്കാം. 16 നമ്പേഴ്സ് ഉള്ള ഒരു സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള സംഭവം നോക്കിക്കേ. 32 37, 20 8 28, 28ഉം 9ഉം ആണ് 37. അതിനുള്ള ഡിഫറൻസ് അപ്പൊ എത്രയാണ്? 9. അപ്പൊ 16 നമ്പറുള്ള ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് 9 വരും. അപ്പൊ ഡിഫറൻസ് 9 ആയിരിക്കും. അപ്പൊ അതും ഇതുപോലെ നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് ആ പ്രോപ്പർട്ടിയെ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഡിഫറൻസ് 9 എന്ന് നമുക്കവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സംഖ്യകളുടെ പ്രത്യേകതകൾ ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തെളിയിക്കാം. മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.